അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി ടൂണിങ്ങിന് പോവുകയാണ്. വണ്ടി എന്ന് വെച്ചാൽ ഈ വരുന്നില്ല കേട്ടോ. നമ്മൾ അസ്ലമിൻ്റെ സ്വിഫ്റ്റാണ്. നമ്മളിതിൽ നിന്ന് ടൂണിങ് പർപ്പസ് ഉണ്ട്, അങ്ങനെ പോവുകയാണ്. ഫോർസ മാക്സാണ് മെയിനാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പോവുകയാണ്. നേരെ പോകും, അപ്പുറത്ത് പോകും. പാട്ട് പോകണ അസ്ലം. എന്തിനാണ് നമ്മൾ ചെയ്യാൻ പോണെന്ന്? നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റേജ് വിത്ത് പപ്സ് ആൻഡ് മാക്സ്. അപ്പൊ നമുക്ക് പൊട്ടിത്തെറിച്ചൊക്കെ വരാം. നമ്മൾ പോകണം, നേരെ കഴക്കൂട്ടത്താണ് പോകുന്നത്. ബാക്കി ഇനി അടച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൂലിലോടന്ന് എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ഉള്ള സൂപ്പർ ലെജറ ലെഫ്റ്റ് സൈഡിലുള്ള സൂപ്പർ ലെജറ റെസ്റ്റോറേഷൻസ് ആണ്. ഇവിടെ നമുക്ക് ടൂണിങ് വന്നിട്ടുള്ള RBR ടൂണിങ്സ് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വണ്ടി ഓൾറെഡി അവർ വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത്, കാരണം അവർക്ക് ടൂണിങ് ചെയ്യുന്ന പുള്ളിക്കാരനും കൂടെ തന്നെ വണ്ടി വീഡിയോഗ്രാഫറും കൂടെ ഉണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് നൈസിനൊരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമായിരിക്കും ബാക്കി ടൂണിങ്ങിലോട്ട് കിടക്കുക. വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി വാഷിങ് കഴിഞ്ഞു. ഇനി ടൂണിങ് പ്രോസസ്സിലോട്ട് പോവുകയാണ്. വണ്ടി നേരത്തെ സെറ്റ് ചെയ്ത് ഇവിടെ ഇട്ടതിന് ശേഷമായിരിക്കും ബാക്കി ടൂണിങ് പരിപാടി നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്ന ടൂണിങ് RBR ടൂണിങ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവസാനം പറഞ്ഞുതരാം. അപ്പോൾ വണ്ടി കയറ്റി ഒരു ജസ്റ്റ് ടൂണിങ്ങിൻ്റെ പരിപാടി നോക്കിയതിന് ശേഷം ബാക്കി നമുക്ക് അടുത്ത വീഡിയോസ് എന്താണെന്നുള്ളത് നോക്കാം. ടൂണിങ്ങിന് വേണ്ടിയിട്ട് അകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ടൂണിങ് പ്രോസസ്സ് എന്താണെന്നുള്ളതെല്ലാം കൂടെ പുള്ളിക്കാരന് ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ടൂണിങ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ടൂണിങ് RBR ടൂണിങ് ആണ് കേട്ടോ. അതാ RBR ടൂണിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോക്കസ് ഇത് അടിപൊളി ഫോണാണ്. പുള്ളിക്കാരൻ ടൂണിങ്ങിൻ്റെ പ്രോസസ്സ് തുടങ്ങി. അപ്പോൾ ഞാൻ ബാക്കി എന്താണെന്നുള്ള വഴി കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് വണ്ടിയുടെ ECM ഇളക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ടൂണിങ് പ്രോസസ്സിലോട്ട് നീങ്ങിയിട്ടുണ്ട്. വണ്ടി അകത്ത് കയറ്റിയിട്ട് ECM ബാറ്ററി എല്ലാം ഡിസ്കണക്ട് ചെയ്ത് ECM ഒക്കെ ഊരി ഇനി ടൂണിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അസ്ലം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് പോപ്സ് ആൻഡ് മാക്സ് അടിച്ച് ഇറക്കാമെന്ന് പറയുകയാണ്. അതിൻ്റെ കൂടെ അസ്ലം ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തു കേട്ടോ. ഒരു ഡിസൈറിൻ്റെ ഹെഡ്ലൈറ്റ്സ് ആണ്. സ്വിഫ്റ്റിന് വരുന്ന ഹെഡ്ലൈറ്റ്സിൽ ഈ ബ്ലാക്ക് ഉണ്ടാവില്ല, ഒരു മറ്റേ എന്താ പറയുക, ഒരു ഗ്ലോസ്നെസ് ഉണ്ടാവും മറ്റേ ഇതുപോലെ, ഈ ക്രോം പോലെ. പക്ഷേ അത് മാറ്റിയിട്ട് അവൻ ഡിസൈറിൻ്റെ പുതിയ ഹെഡ്ലൈറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ടൂൺ ചെയ്ത് ഇറങ്ങിയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് അടുത്ത പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണം. അതിനനുസരിച്ച് കാണാം. അസ്ലാം വീഡിയോ ഒക്കെ എടുത്ത്. ജസീം എന്താ പറയുന്നത്? സെന്ന് ടൂൺ ചെയ്തല്ല അത് സെന്ന് ടൂൺ ചെയ്യാം. വാ ചോദിക്കാം. സെന്ന് ടൂൺ ചെയ്യാം. ആര് ഫോൺ എടുക്കുക? ഞാൻ പോണേണ്. ഇത് സെറാമിക് ഇത് സെറാമിക് ചെയ്ത വണ്ടിയാണ് കേട്ടോ. സെറാമിക് ഉണ്ടോ? ഇത് 5 വർഷത്തെ വാറണ്ടി ഉണ്ട് അവർക്ക്. ഈ ട്രിവാൻഡ്രം സൂപ്പർ ലെജർ ഇതാണ് കേട്ടോ. Z800 Z800 സീമേ ബൈക്ക് എടുക്കണ്ടേ? ക്ലച്ചിൻ്റെ ഹാർനസ് നോക്കും. സ്റ്റാർട്ടാവണം എന്നല്ലേ? സീമ ഇതിൻ്റെ ചാവി എടു, എൻ്റെ വണ്ടി ഇറങ്ങ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് 3-4 പയ്യന്മാർ വന്നിട്ടുണ്ട്. അവരുടെ വണ്ടിയും ടൂണിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്റ്റേജ് 1 ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. അപ്പോൾ ഈ വണ്ടിയും ലോവർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സ്പ്രിങ്സ് ആണ്. GTA സ്പെക്ക് വീൽസ് വിത്ത് മെഷീൻ ടയേഴ്സും ഒക്കെ. മാനുവലാണ് കേട്ടോ, ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. ഉള്ള ലൈറ്റാണ് കേട്ടോ അത്. ബ്രോ സേ ഹായ് പറടാ, ഉണ്ടൊക്കെ നൂറ് പറടാ. സേ ഹായ് ഹായ്. എന്ത് പാവം പോലെ ഇരിക്കുന്നു. പിന്നെ ആശ എന്താ ക്യൂട്ടിനെസ് ഓവർലോഡ്. പൂക്കി ടാറ്റ പൂക്കി. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഈ RBRൻ്റെ ടൂണിങ് ഉള്ളത് സൂപ്പർ ലെജറിലാണ്. അതാണ് അവരുടെ ലോകം. RBR ഇവിടെയാണ് അവരെ ടൂണിങ് ഇതുള്ളത് കേട്ടോ. വണ്ടി നമ്മുടെ വണ്ടി അകത്ത് അവിടെ അകത്തിട്ടിട്ടുണ്ട്. അവിടെ ബാക്ക് സൈഡിലായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അഖിൽ വന്നു കേട്ടോ. അഖിൽ വന്ന് ഇത് അർജുൻ ചേട്ടൻ, ഇതാണ് ഒരു വീട്ടൊക്കെ ഓണറാണ്. വണ്ടി എവിടെ ചേട്ടാ? എവിടെ? അങ്ങ് കൊണ്ടുപോയാ? വീൽസ് ഫോർ സെയിൽ 15 ഇഞ്ച് 100 PCD. അപ്പോൾ ടൂണ് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് പോവാണ് പുള്ളിക്കാരൻ. അപ്പോൾ ടൂണിങ് കഴിഞ്ഞവർ റെസ്റ്റോറൻറ്റിന് പോയിട്ട് വന്നതാണ്. ഇത് വാൽവ് ഓഫാണ് കേട്ടോ. അപ്പോൾ ടൂണിങ് പ്രോസസ്സ് കഴിഞ്ഞ കേട്ടോ. ഇനി അടുത്ത് എന്താണെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് കാണാം. വണ്ടിയുടെ ടൂണിങ് കഴിഞ്ഞിട്ടുണ്ട്. പവർ മാക്സ് വെച്ചിട്ടുണ്ട്. കാലെടുത്ത് ഓടിച്ചു നോക്കാം. ഒട്ടിക്കാനായിട്ടാ മതിയാ. ചരിഞ്ഞല്ല പോവാണെങ്കിൽ ഇരിക്കേ. കറക്റ്റ്. അപ്പോൾ ഗൈസ് ടൂണിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വണ്ടി ഓടിച്ചൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞതാണ്. തിരിച്ച് നമ്മൾ അർജുൻ്റെ ഫ്ലാറ്റിൽ ഒന്ന് അർജുനാക്കാൻ വേണ്ടിയിട്ട് 2 വണ്ടിയിൽ ഇവിടെ ഇങ്ങനെ ഇട്ടിക്കാണ്. നോക്കി എന്ത് രസമാണ് നോക്കി 2 വണ്ടി കാണാൻ. അപ്പോൾ ഈ വണ്ടി സ്റ്റേജ് 2 ടൂണ്ടാണ് കേട്ടോ. അപ്പോൾ വിത്ത് പോപ്സ് ആൻഡ് ബാങ്ക്സ് ആണ്. അപ്പോൾ അത് കോഡ് 6 സ്റ്റേജ് 1 ടൂണ്ടാണ് ആ വണ്ടി. അത് സ്റ്റോക്കാണ് എല്ലാം. ഇത് വിത്തൊരു ഫ്രീ ഫ്ലോ ഫുൾ എക്സോസ്റ്റ് ഉണ്ട്, ഓട്ടോമാറ്റിക്കിൻ്റെ ഹെഡ് ഉൾപ്പെടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൂടെ ഒരു ശബ്ദം കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളത്. ഇതിൽ കുറച്ചും കൂടെ പോപ്സ് ആൻഡ് ബാങ്ക്സ് കുറച്ചും കൂടെ നല്ലപോലെ കിട്ടും. പിന്നെ ഇതിപ്പം ഫ്രഷ്ലി ടൂണ്ടാണ്. ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടൂണിന് വ്യത്യാസം വരും. പോപ്സ് ആൻഡ് ബാങ്ക്സിന് കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു. ഈ വണ്ടി ടൂൺ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്തിട്ടുള്ള ടീംസിനെ ഞാൻ കാണിച്ചു തരാം. RBR പെർഫോമൻസ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാ പേജും കാര്യങ്ങളെല്ലാം ഞാൻ ലിങ്കിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കോൺടാക്ട് ചെയ്താലും മതി, ഞാൻ അവരെ കണക്ട് ചെയ്ത് തരാം. ടൂൺ പരമായിട്ട് ഈ സ്വിഫ്റ്റ് ആവട്ടെ വാട്ടർ ടീസ് ഏത് വണ്ടിയാലും പോളോ ഏതായാലും ടൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ ടൂണിങ്ങും ഉണ്ടായിരിക്കും. അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഇനി നെക്സ്റ്റ് ഒന്ന് കുറച്ച് റണ്ണിങ് ഷോട്ട്സൊക്കെ എടുക്കും. അത് കഴിഞ്ഞ് ബാക്കി കാണാം.
എൻ്റെ മോനെ ഒന്നും പറയണ്ട, അടിപൊളി സാധനം. ഇത് രസോടെ ഓടിക്കേ, ഓഫ് ചെയ്യാൻ തോന്നില്ല കേട്ടോ. പക്ഷെ 5ാമത്തെ ഗിയർ പിടിച്ചിട്ട് നീ ഒരു പയ്യ 2000 RPM പോയാലും വണ്ടിക്ക് ഒരു ശബ്ദമില്ല, ഒരു ശബ്ദവും ഇല്ല, ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകണം. അപ്പോൾ അഖിൽ ജസ്റ്റ് ഒന്ന് വണ്ടി ഓട്ടിക്കാൻ പോവാണ്. അഖിൽ ഓട്ടിക്കാൻ വയ്യാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഓട്ടിച്ച് നോക്കടാ. എടാ വാൽവ് ഓണാന്ന് നോക്ക്.